മോളൂട്ടിയെ മതിയോ? ആ എന്താ മോളൂട്ടിക്ക് അറിയണ്ടേ? നമ്മുടെ പേരാമ്പ്രയുടെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. നമ്മുടെ പേരാമ്പ്രയ്ക്ക് ഈ പേര് വന്നത് എങ്ങനെയാ ചേച്ചാ? പിന്നെ ഇത് മോളോട് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മോക്ക് തിരിയൊന്നറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഈ പെരുവമ്പറ എന്ന് പറയപ്പെടുന്ന ഈ അമ്പ് സൂക്ഷിച്ച സ്ഥലം ഇവിടെ അടുത്ത് പൈതോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് അവിടെ പോയി അങ്ങ് തുടങ്ങാം. എന്താ? ഓക്കെ. അവിടെയാണ് തച്ചോളി മാണിക്കോത്ത് എന്ന് പറയുന്ന ക്ഷേത്രമുള്ള തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലമൊക്കെ ഈ പേരാമ്പ്രക്കടുത്ത് ഈ വടകരക്കടുത്താണ് ആ സ്ഥലം. ഈ ഉദയനൻ ഒരുപാട് വഴികളിലൂടെയൊക്കെ നടന്നു പോയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര സുഖകരമാക്കാൻ വേണ്ടി അദ്ദേഹം കൊത്തിയതാണ് ഈ കൊത്തിപ്പാറ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഈ ഡാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പെരുവണ്ണാമൊഴി, ഒരു മലയോര പ്രദേശം. അന്ന് എവിടെയൊന്നുമില്ല. ഇത് വന്നപ്പോൾ നാട്ടിലെ കൃഷിയിടങ്ങൾ വലുതായി, കൃഷിക്ക് വെള്ളമായി. മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ജോലി തേടിയും ജീവിതം തേടിയും ആളുകൾ വന്നു. അതിനെല്ലാം സാക്ഷിയാണ് മോളെ ഈ അണക്കെട്ട്. ഇതാണ് കല്ലൂക്കാവ് ക്ഷേത്രം. ഇവിടെ പാമ്പിന് മുട്ട കൊടുക്കുന്നുണ്ട്. അതായത് വൃശ്ചിക മാസത്തിൽ അങ്ങോട്ട് കിടക്കാൻ പാടില്ല, ഇപ്പം അങ്ങോട്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാവുകളും അമ്പലങ്ങളും ഒക്കെ ഇപ്പോൾ ഈ നാട്ടിലുള്ളവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അങ്ങനെ പെട്ടൊരു ക്ഷേത്രമായി. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി പിന്നെ മനസ്സിലാകും. പണ്ട് അഭിനയിച്ചൊരു നാടകം, അതിലോട്ട് ഡയലോഗ് പറഞ്ഞുതരാം. മേടപ്പത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പേര്. അതിൽ അച്ചാച്ച കാരിച്ച എന്ന കഥാപാത്രം ഏനൊരു ദിവസം കല്ല് കൊട്ടിയുടെ കുടിയിലേക്ക് കടന്നുള്ളത്. അപ്പം എൻ്റെ മേത്തെന്തോ കണിച്ച് കണ്ണ് തോന്നു നോക്കുന്നു. കണ്ടെന്താന്നറിയാം, എൻ്റെ ചെവിത. നാട് മാറി, കാലം മാറി, ഈ നാടിൻ്റെ ചരിത്രം മാറി. ആ ചരിത്രമാറ്റത്തിൽ ഈ വിദ്യാലയം വഹിച്ച പങ്ക് അനവരതം എത്ര പറഞ്ഞാലും മതി വരില്ല. ഈ നിൽക്കുന്ന മലയോരത്തിൻ്റെ ഇവിടെ നിന്ന് ഉയരുന്ന തുടിതാളമാണ് പേരാമ്പ്രയെ ഒരു കാലത്ത് ഉണർത്തിയത്. സാംബവൻ്റെ ഹൃദയവേദനകൾ സ്വരങ്ങളായും താളമായും തുടിയായും ശബ്ദമായും വന്നത് ഈ മലയോരത്തുനിന്ന്, ഈ ചോർമല. നൂറ്റാണ്ടുകളെ പാരമ്പര്യമുണ്ട് ഈ കുടക്കല്ലിന്. ഇതിവിടെ മാത്രമല്ല, പലയിടങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ പരിഷ്കാരം മൂത്ത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെ ആർക്കും ഇപ്പോൾ വേണ്ടാണ്ടായി. മോളെ, നാട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന ഒരു അമ്പലമുണ്ട് ഇവിടെ, പേരാമ്പ്ര ഇളമാനംകുളങ്ങര പരദേവതാ ക്ഷേത്രം. അവിടെ കന്നുകാഴ്ച ചന്തയൊക്കെ ഉണ്ടാവും. നാട്ടിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്നിവരും. നാടകവും പാട്ട് കച്ചേരിയും എല്ലാം ഉണ്ടാകും അവിടെ. അതുപോലെ തന്നെ നമ്മുടെ തച്ചത്ത് കണ്ടിയിലെ ഇളനീർക്കൊല വരും. പല ദേശത്തുനിന്ന് ആളുകൾ ഇളനീർക്കൊലവായി വരും. മാത്രമല്ല അവിടെ ഒരു സിദ്ധമായ രണ്ട് തറയുണ്ട് അവിടെ. ഒന്ന് നാഗാളിയമ്മയുടെ തറയാട്ടം, മറ്റൊന്ന് ഗുടിയൻ്റെ വെള്ളാട്ടം. ഇതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ. പിന്നെ എല്ലാ കലകടയും ഇട്ടില്ല ആ ക്ഷേത്രങ്ങളിൽ. ചരിത്രം തുടങ്ങുന്ന ഒരിടത്താണ് എൻ്റെ മോളിൽ വന്ന് നിൽക്കുന്നത്. വീരപാശ്യത്തമ്പുരാനെ കുറിച്ച് കേട്ടിട്ടില്ലേ മോൾ? ആ പാശ്യത്തമ്പുരാന് ഈ ഭാഗത്ത് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നൊരു കെട്ടിലമ്മയുണ്ടായിരുന്നു. അത് കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നതേ
അവരാദ്യ പ്രസവത്തിലും മരിച്ചു എന്ന്. പക്ഷെ അതെവിടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്താതെ പോയ ലക്ഷ്മിക്കുട്ടി കുട്ടിലമ്മ എന്ന് പറഞ്ഞ ഇവിടെ ചരിത്രം പറയുന്ന വീട്ടുമുറ്റത്താണ് ഇപ്പോൾ എൻ്റെ മോൾ വന്ന് നിൽക്കുന്നത്. എൻ്റെ മോൾക്ക് കാണിച്ചതിനാണ് ഒരു ഇടമുണ്ടായിരുന്നു. അത് പൊടിയിൻ്റെ ചോട. അച്ചാച്ചൻ്റെ ഒക്കെ സ്വപ്നത്തിൽ മനോഹരമായൊരു സ്ഥലം. പാമ്പാട്ടികളും തെരുവ് സർക്കസുകാരും പപ്പടം പണിക്കാരും അതിൻ്റെ അടുത്തൊരു കോമളവൻ ചാത്തുക്കുട്ടിയാരുണ്ടായിരുന്നു, ഹോട്ടൽ നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പൊടിയിൻ്റെ ചോട് ഇപ്പം ഇല്ല. പരിഷ്കൃതമായ ലോകത്തിനോടൊപ്പം അതൊക്കെ കാലഹരണപ്പെട്ടു. എന്നാലും മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാഴ്ചകൾ ഇപ്പോഴും മങ്ങാതെ കിടക്കുന്നുണ്ട്. മഹാരഥന്മാരുടെ ജന്മഭൂമിയാണ് ഈ നാട്, ആ നാടിൻ്റെ അനുബന്ധ പ്രദേശങ്ങൾ. ബാക്കിയെല്ലാം മോള് വളർന്നു വലുതായി മടുപ്പ് തോന്നാത്ത കാലത്തോളം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. തേൻ തേടി വണ്ട് പറക്കുന്നത് പോലെ ചരിത്രത്തെ തേടി പറന്നുകൊണ്ടേയിരിക്കുക. എൻ്റെ കുട്ടിക്ക് ഈ അച്ചാച്ചൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ നാടിന് ഇത്രയും പെരുമയും ചരിത്രവും ഉണ്ടെന്ന്. അച്ചാച്ചൻ്റെ കണ്ണിലൂടെ കണ്ട പേരാമ്പ്ര വേറെ തന്നെ പേരാമ്പ്രയായിരുന്നു. ഇനിയും ഒരുപാട് അറിയാനുണ്ട്. ഞാൻ തിരിച്ചു വരും.